നമസ്കാരം. മണിച്ചിത്രത്താഴ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൈക്കോ ത്രില്ലർ. ഈ സിനിമയെപ്പറ്റി പറയുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയത് തൃപ്പൂണിത്തുറ ഹിൽ പാലസും പത്മനാഭപുരം കൊട്ടാരവും ഒക്കെയാണ്. എന്നാൽ സിനിമയിലെ ഒരു ഭാഗത്തും കടന്നു വരാത്ത ഒരു മനയുണ്ട്. ഈ സിനിമയിലെ കഥയുടെ കാരണമായ ആ മനയിലേക്കാണ് നമ്മുടെ ഈ യാത്ര. ഇവിടെ നിന്നും കൊച്ചിയിൽ നിന്നും ഒരു 100 കിലോമീറ്ററാണ് അവിടേക്കുള്ള ദൂരം. ചന്തുവിനെയും കൂട്ടി ഡോക്ടർ സണ്ണി സൈക്കിളിൽ പോയ ഗംഗയുടെ ഗ്രാമമായ ഏവൂരിനടുത്ത് തന്നെയാണ് കുട്ടം എന്ന ഗ്രാമത്തിൽ ഈ ആലുമൂട് മേടയുള്ളത്. ചന്തുവിന് എന്നെ വിശ്വാസമുണ്ടോ? എങ്കിലും ഈ ഏവൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെ? ഏവൂരോ? അതങ്ങ് ദൂരെയാ. അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് അവിടം വരെ ഒന്ന് പോണം. താമസിക്കണ്ട, അല്ലിയുടെ സൈക്കിളിൽ പോവാം. അയ്യോ, 10-70 കിലോമീറ്റർ ഉണ്ട്, ബസ്സിലേ പറ്റൂ. 70 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ സൈക്കിളിൽ തന്നെ പോവാം. ചെന്ന് അല്ലിയുടെ സൈക്കിൾ എടുത്തുണ്ടോ? പത്തൊൻപതാം നൂറ്റാണ്ടിൽ 10,000 രൂപയും 10 പറ നെല്ലും കരം നൽകിയിരുന്ന അതിപ്രതാപമുള്ള തറവാട്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി സ്വന്തമായ റോഡ് നിർമ്മിച്ച് യാത്ര ചെയ്ത കാരണവരുണ്ടായിരുന്ന തറവാട്. തിരുവിതാംകൂർ രാജാവ് കാർ വാങ്ങും മുമ്പേ കാർ വാങ്ങി സഞ്ചരിച്ച കാരണവരുള്ള തറവാട്. അയിത്തം നിലനിന്നിരുന്ന അക്കാലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് മഹാരാജാവ് ചാന്നാർ സ്ഥാനം നൽകി ആദരിച്ച ജന്മി തറവാടായിരുന്നു ആലമൂട് മേട. നിരവധി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വാദിച്ച ചരിത്രവും ഈ മേടയ്ക്ക് സ്വന്തം. അയിത്തം, തൊട്ടുതീണ്ടൽ അങ്ങനെയുള്ള അനാചാരങ്ങൾ നിലനിൽക്കുന്ന സമയം. അന്ന് മാവേലിക്കരയ്ക്കടുത്ത് മുട്ടത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട 2 യോദ്ധാക്കളുണ്ടായിരുന്നു. ഇവരുടെ ആയോധന കലയിലുള്ള പ്രാവീണ്യം അറിഞ്ഞ രാജാവ് ഇവരുടെ കഴിവുകൾ കാണാൻ കൊട്ടാരത്തേക്ക് വിളിപ്പിക്കാൻ ഭടന്മാരെ അയക്കുന്നു. എന്നാൽ ഭടന്മാർ അത്ര നല്ലതായല്ല അവരോട് പെരുമാറിയത്. തങ്ങളെ വധിക്കാനാണ് രാജാവ് വിളിക്കുന്നതെന്നറിഞ്ഞ ഈ 2 യോദ്ധാക്കൾ രാജാവിന്റെ അടുത്തേക്ക് പോകാതെ മരണം മാത്രമേ മുന്നുള്ളൂ എന്ന് കരുതിയ സമയത്ത് പരസ്പരം വെട്ടിമരിക്കുകയായിരുന്നു. ഇക്കാര്യം അറിഞ്ഞ ഇവരുടെ സഹോദരി കൊട്ടാരത്തിലേക്ക് ഓടിയെത്തുന്നു. രാജ്ഞിയോട് തന്റെ സങ്കടം ഉണർത്തിച്ചു. തന്റെ സഹോദരങ്ങളുടെ വേർപാട് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവരുടെ മരണത്തിന് ഒരു കാരണം താനുമായി എന്ന് ചിന്തിച്ചാവാം. വിലമതിക്കാനാവാത്ത സ്വത്ത് രാജാവ് മരിച്ച യുവാക്കളുടെ സഹോദരിക്ക് നൽകുന്നു. അങ്ങനെ അന്ന് താഴ്ന്ന ജാതിയിലുള്ള ഒരു ഈഴവ കുടുംബത്തിന് വിലമതിക്കാനാവാത്ത സ്വത്ത് ലഭിക്കുന്നു. ആലുമൂട് മേട ഉയർന്നു വരുന്നു. ആയിരത്തി 1903-1921 കാലയളവിൽ കൊച്ചുകുഞ്ഞു ചാർന്നാർ കാരണവരാകുന്നു. ചാർന്നാർ തറവാട്ടിലെ 11ാമത്തെ കാരണവരായിരുന്നു അദ്ദേഹം. പരിശ്രമശാലിയായിരുന്ന ഇദ്ദേഹം തിരുവിതാംകൂർ പ്രജാസഭാ മെമ്പറായിരുന്നു. തിരുവിതാംകൂർ രാജാവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. തിരുവിതാംകൂറിന്റെ വരുമാനത്തിൽ നല്ലൊരു പങ്ക് ആലുമൂട്ടിൽ തറവാടിനുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഇവിടെ മരുമക്കത്തായ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. ആ ഇടയ്ക്ക് നാട്ടിലൊരു ശ്രുതി പടർന്നു. മേടയിൽ മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ച് മക്കത്തായ സമ്പ്രദായം വരുന്നു. മരുമക്കൾ അതിനെതിരെ ഗൂഢാലോചന നടത്തുകയും സംഘം ചേർന്ന് മേടയിലെത്തിയവർ ആജാനുബാഹുവായ കൊച്ചുകുഞ്ഞു ചാന്നാനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു. രാജഭരണം നിലനിന്നിരുന്ന ആ കാലയളവിൽ പ്രതികളെല്ലാം പിടിക്കപ്പെട്ടു. കൂട്ടത്തിൽ ചാന്നാരുടെ അനന്തരവനായ ശ്രീധരൻ കുറ്റമേൽക്കുകയും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇതൊക്കെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ളവർ അവരുടെ ഇഷ്ടമനുസരിച്ച് ഭാവനയനുസരിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടാവാം. എന്നാൽ പ്രചരിക്കുന്ന കഥകളുമായി യാതൊരു ബന്ധവുമില്ലെന്ന വാദവുമുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത് നാഗവല്ലിയുടെ കഥയാണ്. മധുമുട്ടത്തിന്റെ കഥയേക്കാൾ പുറത്തു വരുന്ന വലിയ ഭാവനകളാണ് അതിനെ ചുറ്റിപ്പറ്റി ഈ മേടയെ ചുറ്റിപ്പറ്റിയും ഉള്ളത്.
ചാന്നാരുടെ കൊലപാതക സമയത്ത് ഇതൊന്നും അറിയാതെ അവിടേക്ക് വന്ന വേലക്കാരി പെൺകുട്ടിയെയും വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നു. എന്നാൽ വേലക്കാരിയല്ല, നൃത്തവുമൊക്കെ ആസ്വദിച്ചിരുന്ന അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഒരു നർത്തകിയെ കൊണ്ടുവന്നെന്നും അവരാണ് കൊല്ലപ്പെട്ടതെന്നും പറയപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെയായാലും കാരണവർക്കൊപ്പം ആ സ്ത്രീയും കൊല്ലപ്പെടുന്നു. ഇതൊക്കെയാണ് പൊതുവെ പ്രചരിക്കുന്ന കഥകൾ. എന്നാൽ ഒരു മരണം നടന്നു എന്നല്ലാതെ ബാക്കിയുള്ളവയൊക്കെ ചിലരുടെയെങ്കിലും ഭാവനാ സൃഷ്ടികളാണെന്നും ഇതിനെ ഒരു പ്രേതഭവനം പോലെ ചിലരെങ്കിലും ചിത്രീകരിക്കുന്നുവെന്നും ചില കുടുംബാംഗങ്ങളും പറയുന്നുണ്ട്. എന്തുതന്നെയായാലും മലയാളത്തിലെ എക്കാലത്തെയും സൈക്കോ ത്രില്ലറിനുള്ള ആ സ്പാർക്ക് ഈ മനയിൽ നിന്ന് ഇതേ കുടുംബാംഗമായ മധു മുട്ടം എന്ന കഥാകാരന് കിട്ടി എന്ന് വേണം പറയാൻ. കാരണവരും നാഗവല്ലിയുമൊക്കെ ആ തൂലികയിൽ നിന്ന് ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളായി പുനർജനിക്കുകയായിരുന്നു. നാഗവല്ലി ഒരുപക്ഷെ മിഥ്യ എന്ന മലയാളികൾക്ക് അംഗീകരിക്കാനാവാത്തത് ഫാസിൽ എന്ന സംവിധായകൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം സംവിധായകരുടെ കഴിവാകാം. പക്ഷേ ഈ മേടയിൽ ഒരു കൊലപാതകം നടന്നു എന്നത് സത്യവും അരിങ്കൊലയുടെ മൂകസാക്ഷിയായി ഇന്നും ഈ മന നിലകൊള്ളുന്നു. ഇതിനുൾവശം കാണാൻ കഴിയാത്തത് കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നയാൾ എന്ന നിലയിൽ ഒരു നഷ്ടം തന്നെയാണ്. ആരെയും ഇന്ന് ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ദൃശ്യങ്ങൾ പോലും ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോൾ എടുത്തിട്ടുള്ളതാണ്. കൊറോണയുടെ നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതിനാലാവാം അത്. അകത്തേക്ക് നോക്കിയാൽ മാറാലെ പിടിച്ച റൂമുകളും കട്ടിലുകളും തെക്കിനിയും ഒക്കെയായി അവ്യക്ത ദൃശ്യങ്ങൾ. ഈ ചരിത്ര നിർമ്മിതിയുടെ ഉൾഭാഗം കാണാതെ മടങ്ങുമ്പോൾ സിനിമയിലെ വാക്കുകൾ കടമെടുത്താൽ എന്തിനെയൊക്കെയോ പൂർണ്ണമായും മനസ്സിലാക്കാതെ കാണാനാവാതെ പകുതിക്ക് വെച്ച് ഞാനും തിരിച്ചു പോവുകയാണ്. വരുവാ